സിനിമ എല്ലാവരും വന്ന് കാണണം. നിങ്ങളെ എന്നോട് പപ്പ പറഞ്ഞ കഥ എല്ലാവരും വന്ന് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഫിലിം. ഇനി നിങ്ങളുടെ ചോയ്സാണ്. എന്താ പറയാ, എനിക്ക് റഹ്മാനെ നേരത്തെ അറിയാം. ഞങ്ങൾ ABCD തൊട്ട് ഒരുമിച്ച് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പിയാണ്. ഞാൻ എന്നും ഒരു നിസാം ബഷീർ ഫാനാണ്. അപ്പം ഇതുകൊണ്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. കാരണം ടെക്നിക്കലി ആൻഡ് ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫിലിം മേക്കേഴ്സ് ദാറ്റ് വി ഹാവ്. ആൻഡ് നല്ല പെർഫോമൻസസ് ഉണ്ട്. രാജുവേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ്. ഹിസ് ബെസ്റ്റ് ടിൽ ഡേറ്റ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് എന്നോട്. നോർമലി എങ്ങനെയാന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ശരിക്കും ഒരു അമ്മയും അച്ഛനും ഫീൽ ചെയ്യുന്നു. മീഡിയ 1 പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, എൻ്റെ സിനിമ എല്ലാവരും വന്ന് കാണണം. നിങ്ങളെ എന്നോട് പപ്പ പറഞ്ഞ കഥ എല്ലാവരും വന്ന് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഫിലിം. ഇനി നിങ്ങളുടെ ചോയ്സാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കുഞ്ഞിൻ്റെ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റാണ് ഇത്. പിന്നെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ നിർത്താണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതിനകത്തെ ഡയറക്ടർ അങ്കിള്. നല്ല ഫ്രീയാ. ഞങ്ങൾ വിളിക്കുന്ന ബ്രോയിന്നാണ്. ബ്രോ പറഞ്ഞു എന്നെ ബ്രോ എന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഈ ഡയറക്ടർ അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളിനി എന്നെ ബ്രോയിന്ന് വിളിച്ചില്ലേ ഞാൻ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കൂല. അപ്പോൾ തൊട്ട് പിന്നെ ഇങ്ങനെ എന്നെ വിളിച്ചു തുടങ്ങി. ഇപ്പോൾ ഡയറക്ടർ അങ്കിളിന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ്. നല്ലതായിരുന്നു. ഞങ്ങളോട് നല്ല കൂട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സെറ്റിന്ന് ഈ ഓണത്തിന് ഞങ്ങൾക്ക് പട്ടു പാവാടയും ബ്ലൗസും എടുത്തു തന്നു, എനിക്കും ചേച്ചിക്കും. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഞാൻ പോയാൽ 2 സെറ്റിലും കൊള്ളത്തില്ല എന്നല്ല, എനിക്ക് ഫ്രീ ആയിട്ട് തോന്നി. അവിടെ ആണെങ്കിൽ ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് ഈ സെറ്റാണ് ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടി. നിസാം പറയുന്നു അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഞാനിപ്പോഴാണ് ഈ പടം മൊത്തത്തിൽ കാണുന്നത്. പല കാര്യങ്ങളും ഇതിങ്ങനെയാണല്ലേ, എനിക്കിപ്പോഴാണ് ഇത് കണക്ട് ആയതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും നിസാമിന് തന്നെയാണ്. ഒരു നിസാം ബഷീർ പടമാണിത്. ഗംഭീര അഭിപ്രായം, ഗംഭീര പടമായിരിക്കും ഉറപ്പാണ് തീർച്ചയായിട്ടും. എല്ലാവരും ഇത് പടം തിയേറ്ററിൽ പോയി കാണുക. സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. എടാ എന്താ പറയാ, എനിക്ക് റഹ്മാനെ നേരത്തെ അറിയാം. ഞങ്ങൾ ABCD തൊട്ട് ഒരുമിച്ച് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഒരു നടനെന്ന രീതിയിൽ, ഡയറക്ടർ എന്ന രീതിയിലൊന്നും അല്ലല്ലോ. നമ്മളെല്ലാവരും സുഹൃത്തുക്കളല്ലേ. പുള്ളി വേറെ ലെവലാണ്. ഞാൻ എന്നും ഒരു നിസാം ബഷീർ ഫാനാണ്. അപ്പം ഇതുകൊണ്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. കാരണം ടെക്നിക്കലി ആൻഡ് ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫിലിം മേക്കേഴ്സ് ദാറ്റ് വി ഹാവ്. ആൻഡ് നല്ല പെർഫോമൻസസ് ഉണ്ട്. രാജുവേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ്. ഹിസ് ബെസ്റ്റ് ടിൽ ഡേറ്റ്. പാർവതിയുടെ ഭയങ്കര രസമായിട്ടുണ്ട്. ഹക്കീം ഭയങ്കര രസമായിട്ടുണ്ട്. ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേര്, നിഷാന്ത് സാഗർ, അങ്ങനെ ഒരുപാട് പേര് നല്ല പെർഫോമൻസ് ഉണ്ട്. അതിലാദ്യം അടിപൊളിയായിട്ടുണ്ട്. ഹിസ് ഫൈനസ്റ്റ് ടിൽ ഡേറ്റ്. ഗംഭീര പെർഫോമൻസ് ആണ്. ആൻഡ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൻഡ് സിനിമയാണെങ്കിലും അങ്ങനെ ഭയങ്കര എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയല്ല. അപ്പോൾ നിസാമിന് എല്ലാ സിനിമയാണ്. റോഷാക്കാണെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഇയാളത് എങ്ങനെ എടുക്കും എന്ന് നമുക്ക് തോന്നും. ആൻഡ് നിസാമിനോട് അതാണ് നിസാമിൻ്റെ ഒരു രീതിയും അങ്ങനെയാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഈ സിനിമയാണെങ്കിൽ ഒരു നമ്മൾ പറയുന്ന ഒരു എളുപ്പത്തിൽ പറയാവുന്ന ഒരു ജോണറും അല്ല. നമ്മൾ സ്ഥിരം കണ്ടുപരിചിച്ച സിനിമയല്ല. ഒരു ആക്ഷൻ അല്ല, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. എന്നാൽ അതൊരു ത്രില്ലറാണ്. അടിപൊളി, ഭയങ്കര ഗംഭീരമാണ്. അതിന് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എഡിറ്റർ റമീസ് ഭയങ്കര രസമാണ്. റമീസ് റൊഷാക്കിൻ്റെ സ്പോട്ട് എഡിറ്ററായിരുന്നു. ആൻഡ് ഇതിലും ഭയങ്കര ഗംഭീരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി. അങ്ങനെ കുറേ പേരുടെ നല്ല നല്ല വർക്ക്സ് ഉള്ളൊരു സിനിമയാണ്. ആൻഡ് ക്യാമറമാൻ നമ്മുടെ മഹാരാജയുടെയൊക്കെ ക്യാമറമാനാണ്. അദ്ദേഹം ഗംഭീര വർക്കാണ്. ആൻഡ് അതിനൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഗംഭീര സിനിമയാണ്, അടിപൊളി സിനിമയാണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് എന്നോട്. നോർമലി എങ്ങനെയാന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ശരിക്കും ഒരു അമ്മയും അച്ഛനും ഫീൽ ചെയ്യുന്നു. സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴേ എന്താ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എല്ലാവരും കൈയടിക്കുന്നത് കണ്ടപ്പോൾ എന്താ തോന്നിയേ? സന്തോഷം, ഒരു പ്രൗഡ് ഫീൽ. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരുന്നോ സിനിമ വരണമെന്നത്? അവർ വന്നിട്ടുണ്ടോ? ഞാൻ ശരിക്കും കണ്ണൂരാ. അപ്പം എൻ്റെ സ്കൂളെല്ലാം ചിലപ്പം കണ്ടിട്ടുണ്ടാവാം.
എല്ലാവരും സിനിമ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായം പറയുക, കാണാത്തവർ പോയി കാണുക നിർബന്ധമായിട്ട്. പടത്തിന്റെ ജോണർ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹക്കീനെ ഇഷ്ടമായി. ഹക്കീം അടിപൊളിയായിരുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ കുട്ടികളുടെ പെർഫോമൻസ് ഭയങ്കര നല്ലതായിരുന്നു. രണ്ടുപേരും നല്ല നാച്ചുറലായിട്ട് ആക്ട് ചെയ്തു. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം. സൂപ്പർ, എല്ലാ അടിപൊളി, എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടിപൊളി. എല്ലാവരും പോയി കാണണം. ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തതാണ് ആർട്ടിസ്റ്റായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേരും അതിനകത്തൊരു സ്ക്രീൻ പ്രസൻറ്റ് കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൽ കുറേ ആളെ പോയി വന്നേ. അപ്പോൾ നമ്മൾ കാണാനായിരിക്കും സംഭവമുണ്ട്. നമ്മൾ ഒരു അഭിനയിച്ചൊരു സംഭവം ആ ടി വിയിൽ ആ സ്റ്റൈലിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സർപ്രൈസ് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് കിട്ടാത്ത സർപ്രൈസാണ്. നമ്മൾ ആഗ്രഹിച്ച് നമുക്കൊരു അതിൻ്റെ ഒരു തുമ്പുതല എത്തിയില്ല നമുക്ക് ചിന്തയുണ്ടാവുമല്ലോ ജീവിതത്തിൽ. ടീം അടിപൊളിയാണ്. നല്ല കോപ്പറേഷൻ, നല്ല അടിപൊളിയാണ്. നിസാം സാറും എല്ലാം അടിപൊളി നല്ലതാണ്.